സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിക്ക് ആദരം നൽകുന്ന UP പോലീസിന്റെ ദൃശ്യമാണ് ഇത്. താലിബാൻ അനുകൂലികൾ എന്ന പേരിൽ പലരെയും അറസ്റ്റ് ചെയ്ത യോഗി സർക്കാരിന്റെ പോലീസാണ് താലിബാൻ മന്ത്രിക്ക് സല്യൂട്ട് നൽകിയത് എന്നതാണ് ഏറെ വിചിത്രകരമായ കാര്യം. ഇനി ഒരു പ്രസംഗത്തിന്റെ ഭാഗം കേൾക്കാം. अध्यक्ष जी, तालिबान का समर्थन कर रहे हैं कुछ लोग। महिलाओं के साथ क्या क्रूरता बरती जा रही है वहां पर, बच्चों के साथ क्या क्रूरता बरती जा रही है अफगानिस्तान में। लेकिन कुछ लोग बेशर्मी के साथ तालिबान का समर्थन किए जा रहे हैं, तालिबानीकरण करना चाहते हैं। ये सभी के चेहरे एक्सपोज किए जाने चाहिए समाज के सामने. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്. എന്താണ് സമാജ്വാദി പാർട്ടി MLA-മാരെ നോക്കിക്കൊണ്ട് യോഗി പറഞ്ഞത്? നിങ്ങൾ താലിബാൻ അനുകൂലികളാണ്. താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോടും കുട്ടികളോടും ചെയ്യുന്ന ക്രൂരത എത്രത്തോളമാണെന്ന് അറിയാമോ? എന്നാലും കുറച്ചുപേർ ഒരു നാണവുമില്ലാതെ ഇവിടെ താലിബാനെ പിന്തുണയ്ക്കുകയാണ്. അവരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട് എന്നാണ് അന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അതേ യോഗിയുടെ പോലീസാണ് താലിബാൻ മന്ത്രിക്ക് ഇന്ന് സല്യൂട്ട് നൽകുന്നത്. യോഗി ആദിത്യനാഥ് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കിട്ടിയ അവസരത്തിലൊക്കെ താലിബാന്റെ തലപ്പാവ് BJP വിരുദ്ധർക്ക് മേൽ ചൂടിക്കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താലിബാൻ അനുകൂലികളാണ് എന്ന് പല അവസരത്തിലും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ താലിബാൻ മന്ത്രിക്ക് BJP സർക്കാർ പരവതാനി വിരിക്കുമ്പോൾ പണ്ടത്തെ ഈ പ്രസംഗങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. പറഞ്ഞതെല്ലാം മറന്ന് താലിബാനെ പിന്തുണയ്ക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ എന്ന ഒറ്റ ഘടകമാണോ? ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന ഫോർമുല താലിബാന്റെ കാര്യത്തിൽ ശരിയാകുമോ എന്നതാണ് ഉയരുന്ന പ്രസക്തമായ ചോദ്യം. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് കൃത്യമാണ് എന്ന വാദഗതികളുമുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് അനുമതി നൽകാത്ത, കുട്ടികൾക്കെതിരെ പോലും ക്രൂരത തുടരുന്ന, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അനുവദിക്കാത്ത താലിബാനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇന്ത്യ നടത്തുന്ന നയതന്ത്രം എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് മുന്നിലുള്ളത്. താലിബാൻ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കി തങ്ങൾ ഒട്ടും മാറിയിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യൻ സർക്കാരിന്റെ സമ്മർദ്ദ ഫലമായി താജ്മഹൽ യാത്ര റദ്ദ് ചെയ്ത് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് മന്ത്രി തെറ്റുതിരുത്തി. അത് മറ്റൊരു കാര്യം. എങ്കിലും താലിബാന്റെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല എന്ന് ഇതിലൂടെ തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ താലിബാൻ ബന്ധത്തിൽ വലിയ വിമർശനങ്ങൾ BJP നേരിടുകയാണ്. മുസ്ലിങ്ങളെല്ലാം താലിബാൻ അനുകൂലികളാക്കി ചിത്രീകരിച്ച തീവ്ര BJP നേതാക്കൾ ഇക്കാര്യത്തിൽ ഇനി എന്ത് പറയും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. BJP അണികൾക്ക് തന്നെ ഇക്കാര്യം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇന്ത്യൻ സർക്കാരിന്റെ പുതിയ നയസമീപനം ഇങ്ങനെ ആകുമ്പോൾ താലിബാൻ ആരാണെന്നും എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ചുരുങ്ങിയ വാക്കുകളിൽ പറയാം, പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വളർന്നത്. പക്ഷേ അതിന് വിത്തുപാകിയതും വെള്ളവും വളവും നൽകിയതും അമേരിക്കയായിരുന്നു. 1979 അഫ്ഗാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പ്രാദേശിക മുജാഹിദ് ഗ്രൂപ്പുകളെ ഇളക്കിവിട്ടത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതോടെ ഗോത്ര ഗ്രൂപ്പുകളെ നേരിടാൻ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു. അതേസമയം അപ്പുറത്ത് ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പേര് നൽകിയ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാൻ വഴി മുജാഹിദീൻ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും പണവും അമേരിക്ക നൽകി. സൗദിയും ഈ ഗ്രൂപ്പുകളെ സാമ്പത്തികമായി സഹായിച്ചു. പിന്നീട് 1989 സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറി 1992 അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നു. അതോടെ അഫ്ഗാനിസ്ഥാനിൽ പിന്നെ കണ്ടത് രൂക്ഷമായ ആഭ്യന്തര യുദ്ധമായിരുന്നു. അമേരിക്ക പിന്തുണച്ച മുജാഹിദീൻ വിഭാഗങ്ങൾ 1994 താലിബാൻ എന്ന പേരിൽ രൂപം പ്രാപിച്ചു. അതായത് ആ രീതിയിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടു. 1996 അവർ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പിടിച്ചു. അതിനിടെ മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താലിബാന് വേണ്ടി തുരങ്കങ്ങളും ബങ്കറുകളും നിർമ്മിക്കാൻ സൗദി സംഘങ്ങൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയിരുന്നു. ഈ കൂട്ടത്തിൽ സൗദിയിലെ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള എഞ്ചിനീയറായ ഒരാളും ഉണ്ടായിരുന്നു. പിന്നീട് തീവ്ര നിലപാടുകളിലേക്ക് മാറിയ അയാൾ രൂപം നൽകിയ അൽ ഖ്വയ്ദ എന്ന സംഘടനയും ഒസാമ ബിൻ ലാദൻ എന്ന അയാളും അമേരിക്കയെ തന്നെ വിറപ്പിച്ചത് സമീപകാല ചരിത്രം.
അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാൻ അമേരിക്ക തോക്കും തിരയും നൽകി വളർത്തിയ താലിബാൻ മറ്റൊരു രൂപത്തിൽ അമേരിക്കയുടെ അഭിമാനമായിരുന്ന 2 ടവറുകളിൽ വിമാനം ഇടിച്ചു കയറ്റി എത്രയോ മനുഷ്യരെ കൊന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ലോകം തത്സമയം വളരെ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. ഇതോടെ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദത്തിനെതിരായ യുദ്ധം അമേരിക്ക തുടങ്ങി. താലിബാനെ അവിടെ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. പക്ഷേ അത് വ്യാജ അവകാശവാദമായിരുന്നു. കാരണം അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിലേക്ക് പിൻവാങ്ങിയ താലിബാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതോടെ താലിബാൻ അവിടേക്ക് തിരിച്ചു വന്നു. എല്ലാവരെയും ഞെട്ടിച്ച് വീണ്ടും അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചു. ആ ഭരണമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്നത്. പക്ഷേ ആദ്യ താലിബാൻ സർക്കാരിൽ നിന്ന് ചില ഘടനാപരമായ വ്യത്യാസം ഇപ്പോഴത്തെ താലിബാൻ സർക്കാരിനുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എങ്കിലും താലിബാന്റെ ചരിത്രം ഇങ്ങനെ ആയതുകൊണ്ട് അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് പല മുതിർന്ന നയതന്ത്ര വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. 1999 കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകൽ സംഭവവും അതിൽ താലിബാന്റെ ഇടപെടലും മോദി സർക്കാരിന്റെ ഓർമ്മയിൽ വേണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പണി കൊടുക്കാൻ വേണ്ടി താലിബാനെ ഇന്ത്യയിലേക്ക് ആനയിച്ച് ആവശ്യമില്ലാത്ത പരിഗണന നൽകി ഭാവിയിൽ പണി വാങ്ങരുത് എന്നാണ് ഈ നയതന്ത്ര വിദഗ്ധരെല്ലാം മുന്നറിയിപ്പ് നൽകുന്നത് സർക്കാരിന്. 2 കാര്യങ്ങളെ മുൻനിർത്തിയാണ് മോദി സർക്കാരിന്റെ ഈ താലിബാൻ നയതന്ത്രം എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. 1, പാകിസ്ഥാൻ തന്നെയാണ്. 2, അഫ്ഗാനിസ്ഥാനിലെ ചൈനീസ് ഇടപെടലാണ്. ഏറ്റവും വലിയ ലക്ഷ്യം മേഖലയിലെ പാകിസ്ഥാന്റെ സ്വാധീനം കുറയ്ക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നമുക്കറിയാം കടുത്ത സംഘർഷത്തിലാണ്. അവരുടെ അതിർത്തിയിൽ യുദ്ധ സമാനമായ സാഹചര്യമാണ്. അതിർത്തിയിലെ പാക് താലിബാന്റെ ഭീകര പ്രവർത്തനമാണ് അതിന് കാരണം. പാകിസ്ഥാനിലെ അഫ്ഗാൻ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായി. ഇതെല്ലാം മുതലാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുവഴി പാകിസ്ഥാൻ സൈന്യത്തെ പടിഞ്ഞാറൻ അതിർത്തിയിൽ തളച്ചിടുക എന്നതും ഇന്ത്യയുടെ രാഷ്ട്രീയ തന്ത്രമാണ്. അതായത് പാകിസ്ഥാന്റെ പടിഞ്ഞാറുള്ള ഇറാനെ സുഹൃത്തുക്കളാക്കിയതുപോലെ ഇപ്പുറത്തുള്ള അഫ്ഗാനെയും സുഹൃത്തുക്കളാക്കുക എന്നതാണ് ഇന്ത്യയുടെ പാക് വിരുദ്ധ നയതന്ത്രം. മാത്രമല്ല സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട സൈനിക സഹകരണ കരാറും ഇന്ത്യ കണക്കിലെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭീഷണിയും ഇന്ത്യ കണക്കിലെടുക്കുന്നുണ്ട്. ചൈനയാകട്ടെ അഫ്ഗാനുമായി നല്ല ബന്ധത്തിലാണ്. അഫ്ഗാനിൽ ചൈന റോഡ് നിർമ്മിക്കുകയും അവിടെ അംബാസിഡർ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് സ്വാധീനം അഫ്ഗാനിൽ ഏകപക്ഷീയമായി കൂടുന്നത് ഇന്ത്യക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് സ്വാധീനം കൂടുന്നത് തടയുകയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ അഫ്ഗാൻ നയതന്ത്രത്തിന്റെ ലക്ഷ്യമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താലിബാനെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് നിലവിലെ സാഹചര്യത്തിൽ, അതായത് റഷ്യൻ ചേരിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനാൽ അഫ്ഗാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണ് ഇതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പുതിയ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വികസന പദ്ധതികൾക്ക് ഫലമുണ്ടാകില്ല എന്നും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയാണ്. ഏകദേശം $250 കോടി ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. കൂടാതെ ഭക്ഷണം, മരുന്ന്, വിദ്യാഭ്യാസം തുടങ്ങിയ മാനുഷിക സഹായങ്ങളും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകുന്നുണ്ട്. മാത്രമല്ല ധാതുക്കളും ലോഹങ്ങളും എണ്ണയും പ്രകൃതിവാതകവും എല്ലാം ഏറെയുള്ള അഫ്ഗാൻ മേഖലയിൽ ഇന്ത്യക്ക് ആ തരത്തിലുള്ള താല്പര്യങ്ങളുമുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം ശരിയായ ദിശയിലാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പറയുന്നത്. പാക് സ്പോൺസേർഡ് ഭീകരവാദം അവസാനിപ്പിക്കുമെന്ന് അഫ്ഗാൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കാബൂളിൽ ഇന്ത്യൻ എംബസി തുറക്കുന്നതിലൂടെ താലിബാനെ അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യയുടെ പോക്ക്. അപ്പോഴും അഫ്ഗാനെ തന്ത്രപരമായ പങ്കാളിയായി മാത്രം കണക്കാക്കുമെന്നാണ് BJP ഉന്നതർ പറയുന്നത്. BJPയുടെ നയം മാറ്റം ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തന്ത്രമാണെന്നാണ് BJP ഈ രീതിയിൽ വിശദീകരിക്കുന്നത്. എന്നാൽ താലിബാന്റെ സ്ത്രീ അവകാശങ്ങളിലെ നയങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അതിലെ നയങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉണ്ടാക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയിൽ മോദി സർക്കാർ ഇതുവരെ വിശദീകരണമൊന്നും നൽകുന്നുമില്ല. അതായത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യയുടെ താലിബാൻ നയതന്ത്രമെങ്കിലും താലിബാനെ പോലൊരു സംവിധാനത്തെ വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യം അപ്പോഴും വളരെ പ്രസക്തമാണ്. നാളെ പാകിസ്ഥാനും താലിബാനും യോജിക്കുകയോ വല്ലതും ചെയ്താൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യുമോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്തിക്കാൻ സൗദി മുൻകൈയെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ വ്യോമതാവളം നിർമ്മിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെ ഇന്ത്യ എതിർക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്.
ഇതെല്ലാം ഏത് തരത്തിൽ ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അപ്പോഴും BJP നേതാക്കൾക്ക് താലിബാൻ വിഷയത്തിൽ നിലപാട് മാറ്റേണ്ടി വന്നതിൻ്റെ ഒരു ജാള്യതയുണ്ട്. അതും അവരുടെ ഏറ്റവും വലിയ തീവ്രപക്ഷ നേതാവായ യോഗി ആദിത്യനാഥിന് പ്രത്യേകിച്ചും. ഒപ്പം BJPയുടെ ഈ നയതന്ത്രത്തിനോട് RSS എങ്ങനെ സമീപിക്കുന്നു എന്നതും വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.